Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഇത് പാർട്ട് 4 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 3 വരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം പാർട്ട് 4 കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2016 സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, റൈറ്റ് ഇറ്റ്സ് മാത്തമെറ്റിക്കൽ ഫോം. അതായത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ മാത്തമെറ്റിക്കൽ ഫോമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഡിപ്പെൻഡ്സ്. അതായത് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം അല്ലേ. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ് നമുക്ക് ഫാരഡേസ് ലോയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ magnitude of induced EMF in a circuit is equal to the time rate of change of magnetic flux through the circuit ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും എന്താ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് E is equal to d∅/dt ആണ്. അപ്പോൾ എങ്ങനെ പറയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF in a circuit is equal to the time rate of change of magnetic flux through the circuit. അതായത് E എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു d∅/dt, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, നെയിം ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഡിപ്പെൻഡ്സ്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സിനാണ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതൊക്കെയാണ്, നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോയിൽ ആൻഡ് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം. അപ്പോൾ 3 ഫാക്ടേഴ്സാണ്, നമ്പർ ഓഫ് ടേൺസ്, then area of cross section of the coil and permeability of the medium. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2011 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ഫോൾസ് ഫ്രം 5 ആംപെയർ ടു 0.0 ആംപെയർ in 0.1 second. If an average EMF of 200 volt is induced, calculate the self inductance of the circuit. അപ്പോൾ തന്നിട്ടുള്ളൊരു ന്യൂമറിക്കലാണ്. അവിടെ എന്തൊക്കെ ക്വാണ്ടിറ്റീസാണ് തന്നിട്ടുള്ളത് നോക്കി നോക്കൂ. അതായത് കറണ്ട് ഫോൾ ചെയ്യുന്നത് എവിടെ നിന്ന് എവിടെ വരെയാണ്, 5 ആംപെയർ മുതൽ 0.0 ആംപെയർസ് വരെയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ കറണ്ട് എങ്ങനെ കാണാൻ പറ്റും, DI എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, 5 - 0 ആണ് അല്ലേ. സോ DI വിൽ ബി ഈക്വൽ ടു 5. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ബാക്കി തന്നിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ടൈം തന്നിട്ടുണ്ട്, DT എന്ന് പറയുന്നത് 0.1 സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ E എത്രയാണ്, ആവറേജ് EMF ഈസ് ഈക്വൽ ടു 200 ആണ്. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ്, അതായത് L ആണ് കാണാനുള്ളത്. അപ്പോൾ ഒന്ന് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ എന്താണ്, E ഈസ് ഈക്വൽ ടു L ഇൻറ്റു DI/dt ആണ് അല്ലേ. ഇവിടെ L ഒഴികെ ബാക്കി എല്ലാ ടേംസും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എങ്ങനെ എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. Eക്ക് പകരം 200 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു DI എന്ന് പറഞ്ഞാൽ 5 - 0 ഡിവൈഡഡ് ബൈ DT 0.1 ആണ്. അപ്പോൾ L എങ്ങനെ കിട്ടും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 200 ഇൻറ്റു 0.1 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, സോ ആൻസർ ഈസ് 4 ഹെൻറി. അപ്പോൾ അവിടെ കിട്ടുന്ന സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 4 ഹെൻറി ആണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ മാർച്ച് 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹിയർ വി ഹാവ് എ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഈസ് when bulk pieces of conductors are subjected to changing magnetic flux, currents are induced in it. Name the current. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ബൾക്ക് പീസസ് ഓഫ് കണ്ടക്ടേഴ്സ് നമ്മളൊരു മാഗ്നറ്റിക് ഫ്ലക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ കറണ്ടിന് പറയുന്ന പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബൾക്ക് പീസസ് ഓഫ് കണ്ടക്ടേഴ്സ്, അതായത് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ പറയുന്ന പേരെന്താണ്, എഡ്ഡി കറണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് എഡ്ഡി കറണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ആസ്ക്ഡ് ഇൻ ദ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് മാർച്ച് 2022 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് an EMF is induced in a coil due to the change of flux in the same coil. This phenomenon is called dash. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട്
സെയിം കോയിലിൽ തന്നെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് അതെന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, അതായത് an EMF is induced in a coil due to the change of flux in the same coil. The phenomenon is called dash. അപ്പോൾ അതെന്താണെന്നാണ് പറയേണ്ടത്, അതിന് 1 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. അതായത് ഒരു ഇൻഡക്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി കാണാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. അതിന് 3 മാർക്കാണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്യാം. അപ്പോൾ ഒരു കോയിലിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് കൊണ്ട് സെയിം കോയിലിൽ തന്നെയാണ് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് അല്ലേ. അപ്പോൾ സോ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ആണ്. അപ്പോൾ എങ്ങനെയാണ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുക നോക്കാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ആണ്. അതായത് ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി കാണാനുള്ള എക്സ്പ്രഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ നോക്കാം. 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സർക്യൂട്ടിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, ഒരു ബാക്ക് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അതായത് when a current in the coil is switched on, അതായത് ഒരു കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബാക്ക് ഇ എം എഫ്, അതായത് ഈസ് ഈക്വൽ ടു -L ഇൻറ്റു di/dt എന്ന് പറയുന്ന ഒരു ബാക്ക് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഈ ബാക്ക് ഇ എം എഫ് എന്താ ചെയ്യുക, അവിടെ ഉണ്ടാവുന്ന കറണ്ടിൻ്റെ ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ കറണ്ടിന് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യണം. സോ ഈ ഇ എം എഫിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു വർക്ക് ചെയ്യണം. ആ വർക്കിനെ നമ്മൾ അവിടുത്തെ എനർജി ആയിട്ട്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വർക്ക് ഡൺ എത്രയാണെന്നുള്ളതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആണെങ്കിൽ ഇ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു -d∅/dt ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ ചെയ്യുന്ന ചെറിയ വർക്ക് എന്ന് പറയുന്നത് dW ഈസ് ഈക്വൽ ടു EI ഇൻറ്റു dt ഈക്വൽ ആയിരിക്കും അല്ലേ. ഇനി ടോട്ടൽ വർക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ EI ഇൻറ്റു dt പകരം ഇ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, L ഇൻറ്റു di/dt ഈക്വൽ അല്ലേ. സോ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ L ഇൻറ്റു di/dt ഇൻറ്റു IDT എന്ന് എഴുതാം. ഇനി ഇവിടെ di/dt എന്ന് പറയുന്നത് എന്താണ്, കറണ്ടാണ്. സോ LI ഇൻറ്റു, ഇനി ഇവിടെ വരുന്ന dt ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ പിന്നെ വരുന്നത് എന്താണ്, I ആണ്. d/dt ഓഫ് I എന്ന് പറയുന്നത് എന്താണ്, di/dt അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, DI എന്ന് എഴുതാം. ഇത് സ്മോൾ ലെറ്റർ D ആണ്. സോ DI, LI ഇൻറ്റു സ്മോൾ ലെറ്റർ D ഇൻറ്റു I ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ടോട്ടൽ വർക്ക് എന്തിന് ഈക്വൽ ആയിരിക്കും, W ഈസ് ഈക്വൽ ടു L ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 0 ടു I0 IDIക്ക് ഈക്വൽ ആയിരിക്കും. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് L ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു I0 IDIക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് എങ്ങനെ കാണാം, അതായത് IDIയുടെ ഇൻറ്റഗ്രൽ എന്തായിരിക്കും, I²/2 അല്ലേ. സോ W വിൽ ബി ഈക്വൽ ടു L/2 ഇൻറ്റു അതായത് വിത്തിൻ ദ ബ്രാക്കറ്റ് I², ലിമിറ്റ് എന്താണ്, 0 ടു I0 ആണ്. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, അപ്പർ ലിമിറ്റ് I0 ആണ്, മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ എന്തിനാണ് കിട്ടുക, ½ L ഇൻറ്റു I0² മൈനസ് 0 അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, W ഈസ് ഈക്വൽ ടു ½ L ഇൻറ്റു I0² എന്ന് എഴുതാം. അപ്പോൾ ഈ വർക്ക് ഡൺ ആയിരിക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതായത് W എന്ന് പറയുന്നതിന് അപ്പോൾ നമുക്ക് എന്തോ എഴുതാൻ പറ്റും, V എന്ന് എഴുതാം. അതായത് പൊട്ടൻഷ്യൽ എനർജി V ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു LI² എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ കാണാനുള്ള ഇക്വേഷനാണ് V ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു LI² എന്ന് പറയുന്നത്. നോ വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. അതായത് മാർച്ച് 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, MCQ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 coils is 1 Henry. Current in one of the coil is increased from 4 to 5 ampere in 1 millisecond. What average EMF will be induced in the other coil? ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്, 1 Henry ആണ് തന്നിട്ടുണ്ട്. കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് എവിടെ നിന്ന്, 4 to 5 ആണ്. ഓക്കെ, ടൈം 1 millisecond ആണ്. ഇവിടെ കാണേണ്ടത് എന്താണ്, വാട്ട് ആവറേജ് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ അതർ കോയിൽ. എന്താണ് ഇവിടെ ഉണ്ടാവുന്ന ആവറേജ് EMF എന്നുള്ളതാണ് കാണേണ്ടത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A 100 volt, B 2000 volt, C 100 volt ആൻഡ് D 200 volt.
ഓക്കെ, അപ്പോൾ അതിൽ ഏതാണ് ആൻസർ എന്നുള്ളതാണ് കാണേണ്ടത്. നൗ വി ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ എന്തൊക്കെയാണ്? എം എന്ന് പറയുന്നത് 1 ഹെൻറി ആണ്, ഡി ഐ 5-4 ആണ് അല്ലേ. ദെൻ ഡി ടി എന്ന് പറയുന്നത് എത്രയാണ്? 1 × 10⁻³ ആണ്, ദാറ്റ് മീൻസ് സെക്കൻഡ്സ്. ഇനി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ കാണാം, വാല്യൂ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? 1 ഇൻറ്റു എമ്മിന് പകരം 1 എന്ന് എഴുതാം, ഇൻറ്റു ഡി ഐ എന്ന് പറഞ്ഞാൽ 5-4 ആണ്, ബൈ ഡി ടി ഈസ് 1 × 10⁻³ അപ്പോൾ എന്താ കിട്ടുക? 1/10⁻³ ദാറ്റ് ഈസ് 10⁻³ എന്ന് കിട്ടും. സോ ദാറ്റ് വിൽ ബി 1000 വോൾട്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 1000 വോൾട്ട് ആണ്. ഓപ്ഷൻ എ 1000 വോൾട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ.